കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന പട്ടികവർഗ മേഖലാ ക്യാമ്പിനോടനുബന്ധിച്ചുള്ള സെമിനാർ ആറളം ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വനിതാ കമ്മീഷൻ അംഗം വി.ആർ. മഹിളാമണി ഉദ്ഘാടനം ചെയ്തു. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി. കുഞ്ഞായിഷ സ്വാഗതം പറഞ്ഞ സെമിനാറിൽ ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. പി. രാജേഷ് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ആറളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ മിനി ദിനേശൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പട്ടികവർഗ മേഖലയിൽ സർക്കാർ നടത്തുന്ന പദ്ധതികളെക്കുറിച്ച് ഇരിട്ടി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ പ്രദീപ് LP വിഷയാവതരണം നടത്തി. ലഹരിയുടെ വിപത്ത് എന്ന വിഷയത്തിൽ വിമുക്തി ജില്ലാ കോർഡിനേറ്റർ സുജിത് തില്ലങ്കേരി വിഷയാവതരണം നടത്തി. കേരള വനിതാ കമ്മീഷൻ റിസർച്ച് ഓഫീസർ അർച്ചന AR സെമിനാറിന് നന്ദി പറഞ്ഞു. ഞാൻ പറഞ്ഞു, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുമ്പോൾ തന്നെ ഇത് കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര നിയമത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത്. നമുക്കറിയാം, നമ്മൾ ഇപ്പൊ എല്ലാവരും വളരെ നന്നായിട്ട് വസ്ത്രം ധരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇന്ത്യയാണെങ്കിലും കേരളമായിരുന്നുവെങ്കിലും ഇതുപോലെ ആയിരുന്നില്ല സ്ത്രീകളുടെ ചരിത്രം എന്ന് പറയുന്നത്. സ്വന്തം മാറുമറയ്ക്കുന്നതിന് അവകാശമില്ലാതിരിക്കുകയും പൊതുവിടങ്ങളൊക്കെ സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെടുകയും സ്വന്തം വീട്ടകങ്ങൾ പോലും സ്ത്രീകൾക്ക് ശബ്ദിക്കാനാകാതെയും ഇരുന്ന ഒരു സാഹചര്യം. വിദ്യാഭ്യാസം എപ്പോഴും നിഷേധിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നാണ് ഇന്ന് ആറളം ഫാമിലടക്കം ഒരുപക്ഷെ ഭരണഘടനാപരമായി പോലും മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗത്തെ അതിൻ്റെ മുൻനിരയിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കമ്മീഷൻ ഇവിടെ വരും. ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഞാൻ നോക്കുമ്പോൾ വലിയ പ്രായമൊന്നുമില്ലാത്ത ചെറിയ കുട്ടികൾ തന്നെയാണ് മുൻപിലിരിക്കുന്നത്. ഒരുപക്ഷെ എന്നേക്കാളും എത്രയോ ഇളയതായിട്ടുള്ള കുഞ്ഞുങ്ങൾ. പക്ഷേ നമ്മുടെ മുൻപിലേക്ക് എപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകുന്നൊരു കാര്യമാണ് ചരിത്രം എന്ന് പറയുന്നത്. സ്ത്രീ എന്തായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നത്, എന്തായിരുന്നു കഴിഞ്ഞ കാലങ്ങളെ സംബന്ധിച്ച് പിന്നോക്ക വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ആദിവാസി വിഭാഗങ്ങൾ നേരിട്ടിരുന്ന സാമൂഹ്യപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥ എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇത് പലപ്പോഴും നമ്മൾ തന്നെ വിസ്മരിക്കുകയും മറന്നു പോവുകയും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ചില പ്രശ്നങ്ങൾ ഞങ്ങൾ ഇവിടെ കാണുന്നത്. നമുക്കറിയാം, വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ആ വിദ്യാഭ്യാസം നിഷേധിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ നമ്മൾ കൂടുതൽ അടിമകളായി മാറിയിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ വിസ്മരിക്കുന്നു.